അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ മാസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്ത് അൽ മുംതഹിനയുടെ 8-ാമത്തെ ആയത്താണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ ആയത്തിലൂടെ അള്ളാഹു ഒരു ആദർശം, നിലപാട് പറയുകയാണ്. അർത്ഥം ഇങ്ങനെയാണ്: ലാ യൻഹാക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ല, അഥവാ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവരെ സംബന്ധിച്ച്. അൻ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഫിദ്ദീനി, മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ലാ യൻഹാക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. വലം യുഖ്രിജൂക്കും, അവർ നിങ്ങളെ പുറത്താക്കിയിട്ടുമില്ല. മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്നും. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കിയിട്ടില്ലാത്ത, നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്ത ചില ആളുകളോട് അൻ തബറൂഹും, നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നത് ലാ യൻഹാക്കുമുല്ലാഹ്, അള്ളാഹു വിലക്കിയിട്ടില്ല. ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇതുമായിട്ടാണ് കണക്റ്റ് ആവേണ്ടത്. വതുഖ്സിതൂ ഇലൈഹിം, അവരോട് നിങ്ങൾ നീതി കാണിക്കുന്നതും ലാ യൻഹാക്കുമുല്ലാഹ്, അള്ളാഹു വിലക്കുന്നില്ല. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു യുഹിബ്ബു അൽ മുഖ്സിതീൻ, നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. വളരെ ലളിതമായിട്ട് അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിലപാട് പഠിപ്പിക്കുകയാണ് അള്ളാഹു. ആദർശമാർഗത്തിൽ പോരാട്ടത്തിന് വരാത്ത ആളുകളും, നിങ്ങളുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിങ്ങളെ പുറത്താക്കാത്ത ആളുകളും, അങ്ങനെയുള്ള ആളുകളും മക്കയിൽ കുറച്ചാളുകളൊക്കെ ഉണ്ട്. അവരോട് പെരുമാറേണ്ടത് നന്മയിലാണ്, നീതിപൂർവമാണ്. അവരോട് നീതി കാണിക്കുകയും നല്ല രൂപത്തിൽ പെരുമാറുകയും വേണം. അങ്ങനെ അല്ലാതെ പെരുമാറാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. ഇങ്ങോട്ട് ശത്രുത കാണിക്കുന്നവരോട് ക്ഷമിക്കുകയാണ് ആദ്യം വേണ്ടത്. പിന്നെയും അത് ക്രമാതീതമായി തുടർന്നാൽ അതിനെ പ്രതിരോധിക്കാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇങ്ങോട്ട് അങ്ങനെ മോശമായ രൂപത്തിലൊന്നും പെരുമാറിയിട്ടില്ലാത്തവരോട് വിശ്വാസികളായ നാം സ്നേഹത്തോടെയും നന്മയോടെയും നീതിപൂർവവുമാണ് നമ്മൾ അവരോട് പ്രവർത്തിക്കേണ്ടത്. തബറൂഹും എന്നതിൻ്റെ ഒരു ബിർറ് എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് ബിർറ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിക്കുക. ഇങ്ങോട്ട് ശത്രുതയില്ല എങ്കിൽ അങ്ങോട്ടും ശത്രുത പാടില്ല എന്നത് ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ ഇങ്ങോട്ട് ശത്രുത കാണിക്കുന്നവരോട് പോലും ചില സന്ദർഭങ്ങളിൽ നല്ല രൂപത്തിൽ പെരുമാറാനും, എന്നാൽ തീരെ കഴിയാതെ വരുമ്പോൾ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരും. എന്നാൽ ചരിത്രത്തിൽ ഒരുപാട് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളോടൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹിജ്റ പോകുന്ന സമയത്ത്
പ്രവാചകനെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ സ്വത്തുക്കൾ അമാനത്ത് തിരിച്ചേൽപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുന്നത് ആ ഒരു നീതി മനസ്സിലുള്ളത് കൊണ്ടാണ്. കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു ത്വൽഹ, അദ്ദേഹത്തോട് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ താക്കോൽ ചോദിക്കുന്നുണ്ട്. അന്ന് പ്രവാചകന് കൊടുത്തില്ല. പ്രവാചകൻ തിരിച്ചു പറയുന്നുണ്ട്, ഒരിക്കലും ഇതെൻ്റെ കയ്യിൽ വരും, അപ്പോൾ ഞാൻ തീരുമാനിക്കും ഇതാർക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ മക്ക വിജയത്തിൻ്റെ നാളിൽ ആ താക്കോൽ ഇങ്ങനെ പ്രവാചകൻ്റെ കയ്യിലിരിക്കുമ്പോൾ പലരും ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയാൽ നന്നായിരുന്നു, ചില ആളുകൾ അത് പരസ്യമായിട്ട് പറയുക പോലും ചെയ്തു. പക്ഷെ പ്രവാചകൻ വിളിച്ചത് ഉസ്മാൻ ഇബ്നു ത്വൽഹയായിരുന്നു. എന്ന് പറഞ്ഞാൽ നീതിയിലധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനം അത് പ്രവാചകന്റെ ജീവിതത്തിലും സഹാബാക്കളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് പോലും അങ്ങോട്ട് നല്ല നിലയിൽ വർത്തിക്കുക, അതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട്. ഈ ആയത്ത് അവസാനിക്കുന്നത് അള്ളാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നീതിയിലധിഷ്ഠിതമായിട്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും, നന്മയിലധിഷ്ഠിതമായിട്ട് വേണം. യഥാർത്ഥത്തിൽ ശത്രുക്കളായ ആളുകളോട് പോലും നീതിയും നന്മയും ഒക്കെ നമ്മൾ കാണിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ പറയുന്നത് നമ്മളോട് അങ്ങനെ വേറെ വൈരാഗ്യമോ വേറെ രൂപത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളോ ശത്രുതയോ ഒന്നും കാണിക്കാത്തവരോട് നിങ്ങൾ അങ്ങോട്ട് നീതിപൂർവം തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ നീതി കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നീതിയധിഷ്ഠിതമായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.